ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖി, ദ മലു ബിഗ് ബോസ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സീസൺ 7 ബിഗ് ബോസിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും വാർത്തകളും പ്രഡിക്ഷൻ ലിസ്റ്റുകളും അതുപോലെ തന്നെ മറ്റ് സെലിബ്രിറ്റി വാർത്തകളും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ ചോയ്സാണ്. കാര്യത്തിലേക്ക് കിടക്കാം. എന്തായാലും ഇത്തവണ ബിഗ് ബോസ് സീസൺ 7 ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്, നമ്മളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. കാരണം ഇതിൻ്റെ ആ ഒരു ഓതറൈസേഷൻ വൻമുടി മാറ്റം, അതായത് അടിമുടി മാറ്റം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ ഒരു പ്രോമോ ലാലേട്ടൻ്റെ ആ ബർത്ത്ഡേയിൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ അടുത്ത പ്രോമോയ്ക്ക് വേണ്ടി കാത്തിരിപ്പാണ്. ഈ ഒരു മാസം തന്നെ അടുത്ത 2 ആഴ്ചകൾക്കുള്ളിൽ അത് പ്രതീക്ഷിക്കാമെന്നൊരു അപ്ഡേറ്റ് വരുന്നതിനോടൊപ്പം തന്നെ ഇത്തവണ പ്രേക്ഷകർ ഇതുവരെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ചില മത്സരക്രമങ്ങൾ, റൗണ്ടുകൾ, അതുപോലെ തന്നെ വൈൽഡ് കാർഡ് എൻട്രിയിലെ മറ്റ് ചില മാറ്റങ്ങൾ, വീട്ടിലെ തന്നെ ചില ബേസിക് ആയിട്ടുള്ള മാറ്റങ്ങൾ, ഇത്തരത്തിൽ ഒരുപാട് സർപ്രൈസുകൾ നിറഞ്ഞതായിരിക്കും ഇത്തവണത്തെ സീസൺ എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അതിൽ തന്നെ പ്രേക്ഷകർ എടുത്തു ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത്തവണ ബിഗ് ബോസ് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റ് ആണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള അൺഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ്. മറ്റൊന്നുമല്ല, 24/7, അതായത് കഴിഞ്ഞ 2 സീസണുകളായിട്ട് 24/7 സ്ട്രീമാണ് നമ്മുടെ ബിഗ് ബോസ്. അത് എല്ലാ ഭാഷയിലും വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സുതാര്യമായിട്ട് നമുക്ക് പല തരത്തിലുള്ള പ്രേക്ഷകരുണ്ട്. സാധാരണ എപ്പിസോഡുകൾ കാണുന്ന പ്രേക്ഷകരുണ്ട്, അതുപോലെ ഏഷ്യാനോടൊപ്പം തുടരുന്ന പ്രേക്ഷകരുണ്ട്, വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഫാൻസ് ഈ 24/7 പിന്തുടരുന്നവരുമുണ്ട്. അപ്പോൾ അതിനകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റന്റിന്റെ ഫാമിലിക്ക് ഉൾപ്പെടെ 24 മണിക്കൂർ സ്ക്രീനിൽ കണ്ടിരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇത്തവണ സാധാരണ ഈ ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുമോ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. മറ്റൊന്നുമല്ല, ഇതിനു മുമ്പ് ജിയോ സിനിമ, ഹോട്ട്സ്റ്റാർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹോട്ട്സ്റ്റാർ തന്നെ സബ്സ്ക്രിപ്ഷൻ ചെയ്താണ് വന്നിരുന്നത്. ഇതിനുശേഷം അത് ജിയോവുമായിട്ട് ലയിച്ചുകൊണ്ട് ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. അപ്പോൾ നമ്മുടെ പുതിയ ബിഗ് ബോസ് എന്തായാലും ജിയോ ഹോട്ട്സ്റ്റാർ വഴിയായിരിക്കും അതിൻ്റെ സംപ്രേഷണ അവകാശം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഹോട്ട്സ്റ്റാർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളതല്ല. അപ്പോൾ നമ്മൾ സാധാരണ ഫ്രീ ആയിട്ട് ഉണ്ടാകുന്ന ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇത്തവണ തൽക്കാലം ഉണ്ടാകില്ല. നമ്മൾ IPL കണ്ടവർക്ക് തന്നെ അറിയാം, ഏകദേശം ഒരു വാച്ച് അവർ കഴിഞ്ഞിട്ട് സബ്സ്ക്രിപ്ഷൻ ടൈം ഓവർ എന്ന്, അതായത് ഫ്രീ സബ്സ്ക്രിപ്ഷൻ ഓവർ എന്ന രീതിയിൽ കാണിക്കുകയും പിന്നീട് നമ്മളോട് പൈസ ചോദിച്ച് ആ പ്ലാൻ അനുസരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ആപ്പാണ് ജിയോ ഹോട്ട്സ്റ്റാർ. അപ്പോൾ അത്തരത്തിൽ ഒരു 100 ദിവസമൊക്കെ നീണ്ട ഒരു ജേണി ഫ്രീ ആയിട്ട് മുഴുവനായിട്ടും കാണാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകളുണ്ടോ എന്ന് പ്രേക്ഷകർ ചോദിക്കുമ്പോൾ അതുണ്ടാകാം. പക്ഷേ ജിയോ ഹോട്ട്സ്റ്റാർ വഴി എന്തായാലും നമുക്ക് ഇത്തവണ പറ്റില്ല എന്ന അപ്ഡേറ്റ് തന്നെയാണ്. ഇത് ഒരുപാട് പ്രേക്ഷകർ സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും, മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്, മൊബൈലിൽ തന്നെ എങ്ങനെ ആക്സസ് ചെയ്യാൻ സാധിക്കും, കൃത്യമായിട്ടുള്ള ഐഡിയ ഇപ്പോഴും ഇല്ല. പക്ഷേ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് നമുക്ക് നിലവിൽ സംപ്രേഷണ അവകാശം ഉള്ളത് ബിഗ് ബോസിനെ സംബന്ധിച്ച്. അത് തന്നെ സബ്സ്ക്രിപ്ഷൻ ബേസിലായിരിക്കും. ഇനി ഇതിൽ എന്തെങ്കിലും ഇളവോ മാറ്റമോ വരുമോ എന്ന് കണ്ടു തന്നെ അറിയണം. നിങ്ങളുടെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട സർപ്രൈസ് എലമെന്റുകളും നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളും ഒക്കെ കമന്റ് ചെയ്യാൻ പഠിക്കുക.